മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടിക്ക് പൊട്ടൽ സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. പെട്രോളിൻ്റെ സ്മെല്ല് കാണിക്കണം, അതായത് പെട്രോൾ ലീക്ക് ഉള്ള പോലെയാണ് കംപ്ലയിൻറ്റ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളതും പ്രകാരം നമ്മളതിൻ്റെ കാർബറേറ്റർ യൂണിറ്റ് ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ടിങ് ആവാനായിട്ട് ചില ഒരു ടൈം ലാഗ് വന്നുണ്ട്. അത് നമുക്ക് ഈ കാർബറേറ്ററിനകത്ത് വന്ന ഒരു സ്ലോ ജെറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ് ഈ വന്നൊരു ഐറ്റം. അത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കാണ്. കാരണം അത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ചെറിയ ഹോളാണ് അതിൻ്റെ ഉള്ളിൽ വരാം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്കായി പോയേക്കാം. കാരണം എന്താ വെച്ചാൽ അത് ഇവിടെ നോക്കുമ്പോൾ അറിയാം, നമുക്കൊരു പൊടി പോലെ ഐറ്റം കണ്ടോ. അതിപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ്. കാരണം പെട്രോൾ E20 പെട്രോളാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വന്നത്. നമുക്ക് പഴയ മോഡൽ വണ്ടികളിൽ ഇതേപോലെ വന്ന ചെറിയ ചെറിയ പാർട്സുകൾക്ക് അത് റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഈ സ്ലോ ജെറ്റ് നമുക്കൊന്ന് മാറ്റിയിടാം. പിന്നെ അതിൻ്റെ ഫ്ലോട്ട് വാൽവ്, ഇത് ഓവർഫ്ലോ നീഡിൽ എന്ന് പറയും. അപ്പോൾ അതും നിലവിലൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ ഓവർഫ്ലോ വരാനോ പെട്രോൾ ലീക്ക് പോകാനായിട്ടുള്ളൊരു കാരണമൊന്നും പ്രത്യക്ഷത്തിൽ കാർബറേറ്ററിനകത്തൊന്നും പ്രത്യേകിച്ച് കാണുന്നില്ല. എന്നാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ വണ്ടിക്ക് പൊട്ടൽ സൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊട്ടൽ സൗണ്ട് നമുക്ക് ഇതിൻ്റെ ഈ വന്ന യൂണിറ്റ് ഉണ്ട്, ഇത് Euro 2 മോഡൽ അതിൻ്റെ ഒരു യൂണിറ്റാണത്. പൊല്യൂഷൻ കൺട്രോളിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു വാൽവ് ഓപ്പൺ ആയിട്ട് നിൽക്കാറുന്നു. അത് കുറേ ഓടി കഴിഞ്ഞപ്പോഴത്തേക്കാണ് പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അതൊക്കെ അഴിച്ച് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രത്യക്ഷത്തിൽ നമുക്ക് പെട്രോൾ ലീക്കുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻറ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു കംപ്ലയിൻറ്റിൻ്റെ തക്ക ഒരു പ്രോബ്ലം നമുക്ക് വണ്ടിക്ക് കാണുന്നില്ല കേട്ടോ. എന്നാലും നമുക്ക് കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്തിടാം. വരാണെങ്കിൽ ഓൾറെഡി കാർബറേറ്റർ ഓവർഫ്ലോ ആയിട്ടൊക്കെ വരാനാണ് സാധ്യതയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിലവിൽ പെട്രോൾ ടാപ്പിൻ്റെ എവിടെയോ പെട്രോളിൻ്റെ പൈപ്പോ വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പെട്രോൾ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒന്നോടെ ടാങ്ക് ലീക്ക് വരണം, അതല്ലെങ്കിൽ പെട്രോൾ കാർബറേറ്റർ വഴി ഓവർഫ്ലോ വേണം. ടാങ്കിൻ്റെ കേസ് നമ്മൾ നോക്കി നിലവിൽ പ്രത്യക്ഷത്തിൽ വേറെ എങ്ങനെ ലീക്കേജോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ നമുക്ക് സംശയിക്കേണ്ടത് കാർബറേറ്റർ മാത്രമാണ്. അപ്പോൾ കാർബറേറ്ററിനകത്തും ഇത് നമ്മൾ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിലൊരു ലക്ഷണമൊന്നും കാണിക്കുന്നില്ലെങ്കിൽ പോലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. കാരണം എന്താ വെച്ചാൽ ഈ ഫ്ലോട്ട് വാൽവ് നടയണ ഭാഗത്ത് അതിൻ്റെ ഉള്ളിൽ തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നമ്മളത് ചെയ്താലും പ്രത്യക്ഷത്തിൽ കംപ്ലയിൻറ്റ് ഇപ്പോൾ കാണിക്കുന്നില്ലെങ്കിലും ഒരു പക്ഷേ വന്നേക്കാം കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. കാര്യമായിട്ട് ഓവർഫ്ലോ പോകുന്നുണ്ടെങ്കിൽ വണ്ടിയുടെ പഴക്കം ബേസ് വെച്ച് നോക്കുമ്പോൾ കാർബറേറ്റർ യൂണിറ്റൊക്കെ മാറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ്. ഇപ്പോൾ മോഡൽ വണ്ടികൾക്ക് 1-2 വണ്ടികളൊക്കെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയിൽ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെയും കംപ്ലയിൻ്റ് ആണ്, ഓവർഫ്ലോ കാര്യമായിട്ടൊക്കെ പുറത്തേക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതികളെ ആ യൂണിറ്റ് മാറ്റി വയ്ക്കുക എന്തെങ്കിലും ചെയ്യണതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് ഡീറ്റെയിൽസ് നോക്കിയിട്ട് എൻ്റെ അത് എത്ര വരും എന്നുള്ളത് നോക്കിയിട്ട് എൻ്റെ വാട്സാപ്പിലേക്ക് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇടാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ. വർക്കിന് കയറ്റിയിട്ടുള്ള വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്കൊരു 2 മണി 3 മണിക്ക് ആവും തീരുമ്പോഴത്തേക്ക്.